Hello everybody. British Literature 1 എന്ന് പറയുന്ന കോഴ്സിലെ ഒന്നാമത്തെ മൊഡ്യൂളായ പ്രീ എലിസബത്തൻ ലിറ്ററേച്ചറിലെ ഒന്നാമത്തെ ടോപ്പിക് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ. ആ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് പോകുന്നത്. We can divide the whole English literature into 8 category. ഇതിപ്പോൾ ഞാൻ ഈ ഒരു കാറ്റഗറൈസേഷനാണ് എടുക്കുന്നത്. പല ഹിസ്റ്റോറിയൻസും പല രീതിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു 8 ഡിവിഷൻസ് ആണ്. ഒന്നാമത്തത് ആംഗ്ലോ സാക്സൺ പീരിയഡ്. 8 പീരിയഡ് ആയിട്ട് ആംഗ്ലോ സാക്സൺ പീരിയഡ് അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ്, ആംഗ്ലോ നോർമൻ പീരിയഡ് അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ്, തേർഡ് റിനൈസൻസ് പീരിയഡ് ഓർ എൻലൈറ്റൻമെന്റ് പീരിയഡ്, Neoclassical period, Romantic period, Victorian period, Modern period, Contemporary period. These are the 8 periods that we divide. That is how we divide. This is how we divide the whole history of English literature. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ടൈം ലൈൻ ചെയ്തിരിക്കുന്നതാണിത്. That begins from Old English period in 450, then goes to Middle English period at 1066, Renaissance 1500, that goes to Elizabethan drama, Puritan age, then after that the age goes to Neoclassical, that is in 1660, then Romantic, Victorian, modern period, contemporary period, and till the present age. Contemporary period that starts from 1945. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈം ലൈനാണ്. Then we goes to the first topic in the course in this module, Anglo Saxon period or Old English period, that spans between 450 to 1066 AD. This is a very particular date. This is a very important span that you need to use it so many times in your course or when you go through this English history of English literature. History of English literature പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏജ് ആണ് 450 to 1066. That is the period of Old English or Old English period, Anglo-Saxon period. Angles and Saxons were the ancestors of English race. English raceന്റെ തന്നെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് ആംഗിൾസും സാക്സൺസും. നോട്ട് ഓൺലി ആംഗിൾസ് ബട്ട് സാക്സൺസ് ടു ദെയർ ഇൻ ദിസ് ഗ്രൂപ്പ്. ഈ ആംഗിൾസ് മാത്രമല്ല സാക്സൺസും ഉണ്ട്. ഈ രണ്ട് പേരും ആംഗിൾസും സാക്സൺസും ആണ് ഇംഗ്ലീഷ് റേസിന്റെ തന്നെ ആൻസസ്റ്റേഴ്സ് ആയിട്ട് പറയുന്നത്. After the fall of Western Roman Empire in the early 5th century, 3 Germanic tribes, the Angles, Saxons and Jutes, they saw an opportunity to fill in the power gap and started migrating to Britain. Actually, ഇംഗ്ലണ്ടിനൊരു പ്രത്യേകതയുണ്ട്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് എന്നാൽ എത്തിപ്പെടാൻ പ്രയാസമുണ്ടെങ്കിൽ തന്നെയും വളരെ ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്ന വളരെ ഒരു ചെറിയൊരു നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ഉണ്ട്, ഒരു സീ സ്ട്രിപ്പ് ഉണ്ട്. അവിടെ ആ ഒരു ഏരിയയിലൂടെ മെയിൻലാൻഡ്, യൂറോപ്യൻ മെയിൻലാൻഡിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഈ ഒരു ഇംഗ്ലണ്ടിൻ്റെ ഈ ഒരു ബ്രിട്ടൻ്റെ ഈ ഒരു ഐലൻഡിലേക്ക് കയറി പറ്റാനായിട്ട് പറ്റുന്ന ഒരു പ്രത്യേകതരം ജോഗ്രഫിക്കൽ ടെറിട്ടറിയാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇവിടേക്ക് 5ാം നൂറ്റാണ്ട് വരെ 5th സെഞ്ച്വറി വരെ വെസ്റ്റേൺ റോമൻ എംപയർ ആയിരുന്നു ഭരിച്ചിരുന്നത്. 5th സെഞ്ച്വറിയിൽ അവരുടെ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ശക്തി വീഴുകയും
അതേസമയം അവിടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു പവർ ആ ഒരു ഐലൻഡിൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്തപ്പോൾ ജർമാനിക് ട്രൈബ്സ് ആയിട്ടുള്ള ആംഗിൾ സാക്സൺസ് ജൂട്ട്സ് ഈ ഒരു 3 ട്രൈബ്സ് ഈ ഒരു അവസരം മുതലാക്കുകയും അവർ അങ്ങോട്ടേക്ക് ചേക്കേറുകയാണ് ചെയ്തിട്ടുള്ളത്. ആംഗ്ലോ സാക്സൺസ് were fearless, adventurous and brave people. വളരെ എന്തിനേയും വെട്ടിപ്പിടിക്കുന്ന അഡ്വഞ്ചറസ് നേച്ചറുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു ഈ 3 ജർമാനിക് ട്രൈബ്സ് ആയിട്ടുള്ള ആംഗിൾ സാക്സൺസും ജൂട്ട്സും. By 670 AD, they had occupied the major parts of the country and the land of Anglos and Anglo-land. Present-day England became the permanent adopt. അപ്പോൾ ആ ഒരു 670 AD കൂടി ആ ഒരു ഐലൻഡിന്റെ മേജർ പാർട്ടും ആംഗിൾസ് പിടിച്ചടക്കുകയും അതിനുശേഷം ആ ഒരു ലാൻഡിനെ ആംഗ്ലോസ് ലാൻഡ് അല്ലെങ്കിൽ ആംഗ്ലോ ലാൻഡ് എന്ന് നമ്മൾ ഇന്ന് കാണുന്ന പേരിലേക്ക്, ഇംഗ്ലണ്ട് എന്ന പേരിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം ആ ഒരു 670 AD കൂടി മേജർ പാർട്ട് ഓഫ് ദ ലാൻഡും ആ ഒരു ഐലൻഡും ആംഗിൾസ് പിടിച്ചടക്കി എന്നുള്ളത് കൊണ്ടായിരുന്നു. ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഒരു മാപ്പാണ് ഇത്. that shows us clearly how the people from other lands or the mainland of European mainland can enter this British islandലോട്ട് എങ്ങനെയൊക്കെ വരാം എന്നുള്ളത് നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. എവിടെ നിന്നൊക്കെയാണ് ആംഗിൾസ്, സാക്സൺസ്, ജൂട്ട്സ് വന്നിട്ടുള്ളതെന്നും we can understand from this map. Okay. The language brought by these Anglo-Saxon settlers, together with some Latin and Celtic or Celtic words, became Old English. Old English എന്ന് പറയുന്നത് that is a mixture of the language of Anglo-Saxon settlers. ഈ Anglo-Saxon settlers ഉണ്ട്, that means Anglo-Saxons and Jutes ഉണ്ട് അവരുടെ ഭാഷ, അതിൻ്റെ കൂടെ ലാറ്റിൻ ഓർ കെൽറ്റിക് മിക്സ്ചർ, ഇത് എല്ലാം കൂടി ചേർത്തിട്ടാണ് പുതിയ ഒരു ഭാഷ ഉണ്ടായി. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ലേറ്റർ പീരിയഡ്സ് ലൈക്ക് ഓൾഡ് ഇംഗ്ലീഷ്. ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയ ഭാഷ ഇതായിരുന്നു. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ വാസ് ദ ഏർലിയസ്റ്റ് ഫേസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ ആണ്. This period consists of literature written in Old English in Anglo-Saxon England from 5th century AD to the Norman conquest of 1066. അപ്പോൾ 5ാം നൂറ്റാണ്ട് മുതൽ 1066 5th century തൊട്ട് 1066 വരെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ലിറ്ററേച്ചറിനെയാണ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ, ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ പീരിയഡ് എന്നൊക്കെ പിന്നീട് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ദ ഓൾഡ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ആംഗ്ലോ സാക്സൺ പീപ്പിൾ ലുക്സ് incomprehensible to today's English speakers. നമ്മൾ മലയാളം പറയുന്നത് പോലെ തന്നെ മണിപ്രവാളം എന്ന് പറയുന്ന ഭാഷ നമുക്ക് എത്രത്തോളം മനസ്സിലാകില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മോഡേൺ മലയാളം പോലെ ഒരുപാട് വ്യത്യാസമുള്ള ഭാഷയാണ് മണിപ്രവാള ഭാഷ എന്ന് പറയുന്നത്. അതിൽ സംസ്കൃതവും തമിഴും ഒക്കെ കൂടിക്കലർന്നിട്ടുള്ള ഒരു രീതിയിലുള്ള മലയാളമാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഓൾഡ് ഇംഗ്ലീഷും. അത് ഇന്നത്തെ although we know English well, നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലാവില്ല എന്ന് തന്നെ പറയാം. However, there are a good number of words that have survived in modern day English, such as day, ear, kiss, love, arm, etc. പക്ഷെ അതിൽ മുഴുവനായിട്ടും മാറി എന്നുള്ളതല്ല, ഒരുപാട് വാക്കുകൾ ഇന്നും സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾ സർവൈവ് ചെയ്ത് ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള കുറച്ച് വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഡേ, ഇയർ, കിസ്, ലവ്, ആം എന്നീ വാക്കുകളെല്ലാം തന്നെ ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നും കൂടി അതിനെക്കുറിച്ചിട്ടൊരു ഏകദേശം
ധാരണ കിട്ടുന്നതാണ്. Anglo-Saxon poetry. Key characteristics of Anglo-Saxon poetry. Heroic poetry elements. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ആംഗ്ലോ സാക്സൺസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രേവ് ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജനങ്ങളായിരുന്നു. അഡ്വഞ്ചറിനെ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്ന, ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്തിരുന്ന ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ജനതയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകളിലും അത്തരത്തിലുള്ള ഹീറോയിക് പോയട്രി എലമെന്റ്സ് ഒരുപാട് കണ്ടിരുന്നു. അതിനുശേഷം വന്ന ക്രിസ്ത്യൻ ഐഡിയോളജി ഒരുപാട് ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു ജനതയായിരുന്നു ആംഗ്ലോ സാക്സൺസ്. അതുകൊണ്ട് തന്നെ അവരുടെ ലിറ്ററേച്ചറിൽ, പോയട്രിയിൽ ക്രിസ്ത്യൻ ഐഡിയൽസ് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. സിനക്ഡക്കെ, മെറ്റോണമി, ഐറണി, ഇതൊക്കെ ആംഗ്ലോ സാക്സൺ പോയട്രിയുടെ ഭാഗമായിരുന്നു. ആംഗ്ലോ സാക്സൺസ് were fond of singing about battles, ghosts and their ancestral heroes. യുദ്ധത്തിനെ കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും പഴയ ആൻസെസ്ട്രൽ ഹീറോസിനെ കുറിച്ചും ഒക്കെ അവരുടെ കഥകളുമൊക്കെ ചരിതങ്ങളൊക്കെ അവർക്കിടയിൽ അവർ പാടുമായിരുന്നു. It is these songs of religion, wars and agriculture that mark the beginning of English poetry in ancient England. അപ്പം ഈ കവിതകളൊക്കെ ഈ വാമൊഴിയായി വന്നിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചും ദൈവത്തിനെ കുറിച്ചും അവരുടെ റിലീജിയനെ കുറിച്ചും അഗ്രികൾച്ചറെ കുറിച്ചും അവരുടെ പഴയ ആൻസെസ്ട്രൽ ഹീറോസിനൊക്കെ കുറിച്ചും വാമൊഴിയായിട്ട് വന്നിട്ടുള്ള പാട്ടുകളും കവിതകളും ഒക്കെയാണ് പിന്നീട് ഇംഗ്ലീഷ് പോയട്രിയുടെ തന്നെ തുടക്കമായിട്ട് നമ്മളിന്ന് അറിയപ്പെടുന്ന കാര്യങ്ങൾ. The Anglo-Saxon poetry was mostly sung instead of written. അധികം എഴുതുന്നതിലും സ്ക്രിപ്റ്റേഴ്സിനെക്കാട്ടിലും അവർക്ക് കൂടുതൽ ഉണ്ടായിരുന്ന വാമൊഴിയായിട്ട് വന്നിട്ടുള്ള പാട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കവിതകളൊന്നും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കാത്തതും അത് തന്നെയാണ്. കാരണം വാമൊഴിയായിട്ടുള്ളത് പ്രിസർവ് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം എഴുത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാഗമാണെങ്കിലും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. Among them, the most famous one is Beowulf. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ബിയോവോൾഫ് എന്നുള്ളത്. And it is a first English epic poem. So Beowulf is considered as the first English epic poem that narrates a tale of the adventures of Beowulf, a brave hero. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ബിയോവോൾഫ് എന്ന് പറയുന്ന വളരെ ശക്തനായ ഒരു ഹീറോയെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഹീറോയുടെ ഒരു ചരിതമാണ് ബിയോവോൾഫ് എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ പറയുന്നത്. That abounds in all sorts of references and allusions to great events and the fortunes of kings and nations. ഇത് ഒരുപാട് രാജാക്കന്മാരെ കുറിച്ചും രാജ്യങ്ങളെ കുറിച്ചും ഒക്കെ വരുന്ന ഒരുപാട് കവിതകളിലൊക്കെ അലൂഷൻസ് ആയിട്ട് ബിയോവോൾഫിനെ പറഞ്ഞ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ട്. The Christianization of Anglo-Saxon England was a process spanning the 7th century. അപ്പോൾ 7th സെഞ്ചുറിയിലാണ് ഈ ഒരു ആംഗ്ലോ-സാക്സൺ ട്രൈബൽ പീപ്പിൾ they became ക്രിസ്ത്യനൈസേഷൻ നടക്കുന്നത് ആംഗ്ലോ സാക്സൺസിൻ്റെ ഇടയിൽ ക്രിസ്ത്യനൈസേഷൻ നടക്കുന്നത് 7th സെഞ്ചുറിയിലാണ്. ഇറ്റ് വാസ് എസെൻഷ്യലി ദ റിസൾട്ട് ഓഫ് ദ ജോർജിയൻ മിഷൻ ഓഫ് 597 which was joined by the efforts of the Hiberno-Scottish mission from 630s. യെസ്, ജോർജിയൻ മിഷൻ 597 ജോർജിയൻ മിഷന്റെയും 630s ഹൈബർണോ സ്കോട്ടിഷ് മിഷന്റെയും കീഴിൽ ഇവർ വലിയ തോതിൽ ആംഗ്ലോ സാക്സൺസ് ഏകദേശം ഒരു 7th സെഞ്ചുറി ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ക്രിസ്ത്യൻസായി മാറുകയായിരുന്നു ഉണ്ടായത്. After embracing Christianity, the Anglo-Saxon poets began to write religious poetry. അപ്പം അത്രയും നാളും യുദ്ധത്തിനെ കുറിച്ചും പിടിച്ചടക്കലുകളെ കുറിച്ചും അവരുടെ നായകന്മാരെ കുറിച്ചും ഹീറോസിനെ കുറിച്ചും ഒക്കെയുള്ള കഥകളാണ് അവർ പാടിയിരുന്നത് എങ്കിൽ, അവരുടെ ലിറ്റററി പീസസ് അല്ല അവരുടെ പോയിട്രിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ, അതിനുശേഷം ക്രിസ്ത്യനൈസേഷന് ശേഷം ഏകദേശം ഒരു 7th സെഞ്ചുറിക്കൊക്കെ ശേഷം കൂടുതലായിട്ട് റിലീജിയസ് പോയിട്രിയായി ഫോക്കസ് മാറാൻ തുടങ്ങി.
The major portion of Anglo-Saxon poetry encompasses religion. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് കൂടുതലായിട്ടും ആംഗ്ലോ-സാക്സൺ പോയട്രി കൂടുതലായിട്ടും എഴുതാനായിട്ട് തുടങ്ങിയതും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ലിറ്റററി പീസസിൽ കൂടുതൽ ഭാഗവും ഒരു റിലീജിയസ് ആയിട്ടുള്ള കവിതകളും മറ്റുമാണ് ഉള്ളത്. The most famous religious poets of the Anglo-Saxon period were Caedmon and Ceolwulf. Caedmon Ceolwulf ആണ് പ്രധാനമായിട്ടും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന റിലീജിയസ് പോയറ്റ്സ്. പേര് തെറ്റിപ്പോകരുത്, ബിയോവോൾഫ് എന്നുള്ളത് അവരുടെ ആദ്യത്തെ കൃതിയും കാഡ്മനും സീൻവോൾഫും അവരുടെ ആംഗ്ലോ സാക്സൺ പീരീഡിലെ റിലീജിയസ് പോയറ്റ്സും ആണ്. Caedmon is famous for his hymn in which he praises in honor of God. ദൈവത്തിനെ സ്തുതിക്കുന്ന ഹിംസ്, കാഡ്മന്റെ ഹിംസ് വളരെയധികം ഫേമസ് ആണ്. സിൻവുൾഫിന്റെ the religious poems like Juliana, the Fates of the Apostles, Christ and Elian, ഇതൊക്കെയാണ് സീൻവോൾഫിന്റെ വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് കൃതികൾ എന്ന് പറയുന്നത്. Among them, Christ is the most popular one, telling the event that occurred in the life of Jesus Christ. ജീസസ് ക്രൈസ്റ്റിന്റെ കഥകൾ പറയുന്ന ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു കൃതിയാണ്, സീൻവോൾഫിന്റെ കൃതിയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് സീൻവോൾഫിൻ്റെതായിട്ടുള്ളത്. Caedmon was the first English writer. He wrote his poetry in the Old English language and his only surviving work is Caedmon's hymn. അപ്പോൾ കാഡ്മണിയാണ് ആദ്യത്തെ ഇംഗ്ലീഷ് റൈറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാഡ്മൺ ആദ്യത്തെ ഇംഗ്ലീഷ് റൈറ്ററും ബിയോവോൾഫ് ആദ്യത്തെ ഇംഗ്ലീഷ് കൃതിയുമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൽ കാഡ്മൺസ് ഹിം മാത്രമാണ് ദൈവത്തിന്റെ സ്തുതികൾ മാത്രമാണ് നമുക്ക് സർവൈവ് ചെയ്യുന്ന വർക്കുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്. Anglo-Saxon prose. The Anglo-Saxons replaced Latin prose with English, which observed all the rules of ordinary speech in its construction. സാധാരണ ഒരു സംസാരം പോലെ തന്നെ എഴുതിയിരിക്കുന്ന ആംഗ്ലോ സാക്സൺ ഭാഷയിൽ എഴുതിയിരിക്കുന്ന കൃതികളാണ് ആദ്യമായിട്ട് ആംഗ്ലോ സാക്സൺ പ്രോസുകളായിട്ട് വന്നത്. അത് ആംഗ്ലോ സാക്സൺ കൃതികൾ അത് തന്നെ വന്നിട്ടുള്ളതല്ല. ഇത് ലാറ്റിൻ പ്രോസിനെ പലതും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ലാറ്റിൻ പ്രോസിനെ പോലെ എഴുതിയിട്ടുള്ളതുമായിരുന്നു മിക്ക കൃതികളും. അവർക്ക് മുൻപിലുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഉദാഹരണം എന്ന് പറയുന്നത് ലാറ്റിൻ പ്രോസുകളായിരുന്നു. The famous Anglo-Saxon king Alfred the Great translated most of the famous Latin chronicles in English. ഒരുപാട് ലാറ്റിൻ ക്രോണിക്കിൾസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആൽഫ്രഡ് ദ ഗ്രേറ്റ്, കിങ് ആൽഫ്രഡ് അല്ലെങ്കിൽ ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആയിരുന്നു. However, the second famous prose writer of the Anglo-Saxon period was Aelfric. Aelfric ആയിരുന്നു രണ്ടാമതായിട്ട് കിങ് ആൽഫ്രഡിന് ശേഷം അല്ലെങ്കിൽ ആൽഫ്രഡ് ദ ഗ്രേറ്റിന് ശേഷം അറിയപ്പെടുന്ന രണ്ടാമത്തെ ആംഗ്ലോ സാക്സൺ പ്രോസ് റൈറ്റർ. He was actually a priest. Among his famous writings were Lives of the Saints, Homilies and Grammar. Moreover, compared to other contemporary prose writers of the period, Aelfric's prose was easy and alliterative. വളരെ ഈസിയും അലിട്രേഷനും ഒരുപാടുള്ള വായിക്കാൻ വളരെ താല്പര്യം തോന്നുന്ന കൃതികളായിരുന്നു എൽഫ്രിക്കിന്റെ പ്രോസുകൾ. Beowulf was the earliest most popular epic poem of English literature. So it is to be noted. അതാണ് ഞാൻ ഈ ഒരു പോർഷൻ മാത്രം ഈ ഒരു പർട്ടിക്കുലർ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ബിയോവോൾഫ് ആണ് ഏറ്റവും ആദ്യത്തെ എപ്പിക് പോയം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ആദ്യത്തെ എപ്പിക് പോയമായിട്ട് പറയപ്പെടുന്നത്. The decline of Anglo-Saxons. Anglo-Saxon period flourished until the Norman conquest of 1066. After the defeat of Harold, the last of Saxon kings, by William, who was the conqueror of Normandy, France, the Anglo-Saxon period finally came to an end. അപ്പോൾ 1066 കിങ്
ഹെറാൾഡിന്റെ ഡിഫീറ്റോട് കൂടി 1066 വില്യം ദ കോൺകറർ, ഹി വാസ് എ കിങ് ഓഫ് നൊമാൻഡി, എ നോർമൻ കിങ്, ഹി ഈസ് നോൺ ആസ് വില്യം ദ കോൺകറർ. ഈ ഒരു 1066 ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് എന്ന് പറയും. ഈ ഒരു 1066 ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സിൽ കിങ് ഹെറാൾഡിനെ തോൽപ്പിച്ച് രാജാവാകുകയും ഈ ഒരു ആംഗ്ലോ സാക്സൺ ഏരിയ പിടിച്ചെടുക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ വില്യം ദ കോൺകറർ എന്നാണ് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. 1066 ഈ ഒരു വില്യം ദ കോൺകറർ വന്ന് ആംഗ്ലോ സാക്സൺ ഈ ഒരു റീജിയൻ പിടിച്ചെടുക്കുന്നത് വരെ, ഇംഗ്ലണ്ട് പിടിച്ചെടുക്കുന്നത് വരെ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ വളരെയധികം ജനങ്ങളിലേക്ക് എത്തുകയും വായിക്കാൻ അറിയുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് എത്തുകയും അല്ലാത്ത പക്ഷം അത് വാമൊഴിയായിട്ട് എല്ലാവരിലും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. ഇൻ ഹിസ്റ്ററി ദ റൂളിംഗ് പീരിയഡ് എക്സ്റ്റെൻഡ്സ് റഫ്ലി ഫ്രം 450 AD ടു 1066. ഏകദേശം 480 മുതൽ 1066 AD വരെയാണ് ഈ ഒരു ആംഗ്ലോ സാക്സൺ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. There is no doubt that the Anglo-Saxons lived a life rich in courage, splendor, savagery and sentiment. ഒരുപാട് കറേജിയസും സ്പ്ലെൻഡറസും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു ആംഗ്ലോ സാക്സൺസ്. Their literature thus remarkably contains all these traits. അപ്പം ഇത്രയും വല്ല അഡ്വഞ്ചറസും സെന്റിമെന്റലും കറേജിയസും ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരുടെ ലിറ്ററേച്ചറും അത് റിഫ്ലക്ട് ചെയ്തു. And it reflects all the main principles of their life. For instance, the love of personal freedom, religion, appreciation for womanhood, responsiveness to nature, the struggle for glory. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് പേഴ്സണൽ ഫ്രീഡം, റിലീജിയൻ അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഫോർ വുമൻഹുഡ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ മുൻഗണന കൊടുത്തിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു ആംഗ്ലോ സാക്സൺസ്. ഒബ്വിയസ്ലി ദാറ്റ് റിഫ്ലക്റ്റഡ് through there they have reflected all their passions and principles of their life through their ലിറ്ററേച്ചർ ടു. ഈ കാര്യങ്ങളെല്ലാം തന്നെയും അവരുടെ പ്രിഫറൻസുകളും അവരുടെ താല്പര്യങ്ങളും എല്ലാം തന്നെയും അവരുടെ ലിറ്ററേച്ചറിലും അവർ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. So that's all about Anglo-Saxon literature. Thank you.